സജി തിരുത്തുമോ എന്നുള്ളതാണ് ചോദ്യം. യഥാർത്ഥത്തിൽ സജി ചെറിയാൻ പറഞ്ഞു കുടുങ്ങി എന്നുള്ളതാണ് എൻ്റെ ടേക്ക്. പ്രേമലേഖനം വായിച്ചിട്ടുണ്ടാവുമല്ലോ പ്രിയപ്പെട്ട പ്രേക്ഷകർ. യഥാർത്ഥത്തിൽ പ്രേമലേഖനത്തിൽ സാറാമ്മയും കേശവൻ നായരും കൂടി ചർച്ച ചെയ്യുന്ന സമയത്തിട്ട പേരുകളായിരുന്നു കാസർഗോഡിനും മലപ്പുറത്തിനും കേരളത്തിനുമെങ്കിൽ യഥാർത്ഥത്തിൽ സജി ചെറിയാൻ ഇങ്ങനെ പറയേണ്ടിയേ വരുമായിരുന്നില്ല എന്നുള്ളതാണ് എൻ്റെ ആദ്യത്തെ ടേക്ക്. അന്ന് കേശവൻ നായർ സാറാമ്മയും കൂടി ചർച്ച ചെയ്ത പേരുകൾ എന്തൊക്കെയാണെന്നറിയാമോ? അതിലൊരു പേര് ഇന്ത്യ എന്ന പേരാണ്. തങ്ങൾക്ക് ഭാവിയിൽ ജനിക്കാൻ പോകുന്ന കുട്ടിക്ക് വേണ്ടിയിട്ട് സാറാമ്മയും കേശവൻ നായരും ഇട്ട പേരിലൊന്നാണ് ഇന്ത്യ. മറ്റൊന്ന് സഹാറ, മറ്റൊന്ന് സിംബോളിസം എന്നിട്ടാലോ എന്ന് ചോദിക്കും. അതേപോലെ ഗദ്യകവിത എന്ന് നമുക്ക് ഇട്ടാലോ എന്ന് കേശവൻ നായർ ചോദിക്കും. കുൾട്ടാപ്പനല്ലേ ഏറ്റവും നല്ല പേര് എന്ന് പറയും. നക്ഷത്രം, തീനാളം എന്നീ പേരുകളൊക്കെയാണ്. ഈ പേരുകളൊക്കെ ഇട്ടിരുന്നെങ്കിൽ സജി ചെറിയാൻ ഇങ്ങനെ പറഞ്ഞു കൊടുക്കേണ്ട സാഹചര്യം ഉണ്ടാകുമായിരുന്നില്ല. യഥാർത്ഥത്തിൽ സജി ചെറിയാനെ കുറ്റം പറയാൻ പറ്റില്ല. പ്രേമലേഖനത്തിൽ ഇങ്ങനെ ചിന്തിക്കാൻ മനസ്സുള്ള സാറാമ്മമാരും കേശവൻ നായരും ഇല്ലാതെ കേരളമായി പോയതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ സജി ചെറിയാൻ അങ്ങനെ പറഞ്ഞെന്നുള്ളതാണ് എൻ്റെ ലൈറ്റർ നോട്ടിൽ ഈ കാര്യത്തിലുള്ള എൻ്റെ പ്രതികരണം. ഒടുവിൽ അവർ തീരുമാനിച്ച പേര് ആകാശമിഠായി എന്നുള്ള പേരാണ് രണ്ടുപേരും കൂടി തീരുമാനിക്കുന്നത്. ഇനി കാര്യത്തിലേക്ക് വരാം. യഥാർത്ഥത്തിൽ സജി ചെറിയാൻ മലപ്പുറത്തെ അധിക്ഷേപിക്കുകയാണോ ചെയ്തത്? അല്ല എന്നുള്ളതാണ് വാസ്തവം. കാര്യം മലപ്പുറത്തിനോടൊപ്പം കാസർഗോഡ് ഒരു ജില്ല കൂടി പറഞ്ഞു. കാസർഗോട്ടെ മുനിസിപ്പാലിറ്റിയെക്കുറിച്ച് പറഞ്ഞു. എന്താ കാസർഗോഡിൻ്റെ പ്രത്യേകത? കാസർഗോഡ് മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമാണോ? അല്ല. കാസർഗോഡ് 48% ഹൈന്ദവരും 48% മുസ്ലിം വിഭാഗവും പ്രതിനിധാനം ചെയ്യുന്ന ജില്ലയാണ്. കാസർഗോഡ് എന്തിനാണ് സജി ചെറിയാൻ പറഞ്ഞത്? അവിടെ കാസർഗോഡ് ഹൈന്ദവ ഭൂരിപക്ഷ മേഖലയിൽ നിന്ന് 12 പേർ BJPക്ക് ജയിച്ചിട്ടുണ്ട്. അപ്പോൾ ഹൈന്ദവ മേഖലയിൽ നിന്ന് 12 പേരെ BJPക്കും മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളിൽ നിന്ന് 23 പേരെ മുസ്ലിം ലീഗിനും വിജയിപ്പിക്കാൻ സാധിച്ചു എന്നതാണ് സജി ചെറിയാൻ പറഞ്ഞു ഉദ്ദേശിച്ചത്. പക്ഷേ പറഞ്ഞു കുടുങ്ങിയെന്ന് പറഞ്ഞത് അത് പേരിലേക്ക് അദ്ദേഹം മാറ്റി. അവിടെയാണ് കുഴപ്പം സംഭവിച്ചത്. അതല്ലാതെ കാസർഗോഡിനെയും മലപ്പുറത്തെയും കൂടി പറയുമ്പോൾ മലപ്പുറത്തെ മാത്രം എടുത്ത് ഒരു വെള്ളാപ്പള്ളി നടേശൻ്റെ ലൈനാണ്, ഒരു സംഘി സജിയാണ് എന്ന മട്ടിലുള്ള ആക്ഷേപം ശരിയല്ല എന്നുള്ളതാണ് എൻ്റെ ടേക്ക് ഈ വിഷയത്തിൽ. ഇതാണ്. അല്ലെങ്കിൽ കാസർഗോഡ് പറയേണ്ട കാര്യമില്ല. കാസർഗോഡിനെ കുറിച്ച് പറയുമ്പോൾ എന്താ, മലപ്പുറത്തെക്കുറിച്ച് പറയുമ്പോൾ ശരിയാണ്. മലപ്പുറത്തെ സംഘപരിവാറുകാരാണ് അപരവിദ്വേഷത്തിൻ്റെ പേരിൽ അതിനൊരു തെറ്റായ പദപ്രയോഗമാക്കി മാറ്റിയത്. പക്ഷേ കാസർഗോഡിനെ കുറിച്ച് പറയുന്നുണ്ട്. കാസർഗോഡ് നഗരസഭയിൽ 12 പേര് BJPക്കാരാണ് ജനിച്ചത്. അതാണ് പറയുന്നത്. നിങ്ങൾ ഭൂരിപക്ഷ വർഗീയതയുള്ള പ്രദേശത്ത് നിന്നും BJPക്ക് വോട്ട് കിട്ടുന്നതും ന്യൂനപക്ഷ പിന്തുണയുള്ള സ്ഥലങ്ങളിൽ മുസ്ലിം ലീഗിന് മാത്രമായി സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കാൻ കഴിയുന്നതിന് പിന്നിലും തെരഞ്ഞെടുപ്പിൽ ഒരു വർഗീയ ധ്രുവീകരണത്തിന് സാന്നിധ്യമുണ്ടെന്നാണ് പറയാൻ ശ്രമിച്ചത്. അത് പേരിലേക്ക് വന്നതുകൊണ്ടാണ് ഈ അപകടം ഉണ്ടായതെന്നാണ് ഇതിലെ വാസ്തവമായി ഞാൻ മനസ്സിലാക്കുന്നത്. അതല്ലാതെ സജി ചെറിയാനെ അതിനും അപ്പുറത്തേക്ക് കടന്ന് സംഘി ചെറിയാൻ എന്ന മട്ടിലൊക്കെ ആക്ഷേപം നടത്തുന്നത് ഒരിക്കലും ശരിയായ രീതിയല്ല. അത് വസ്തുതയ്ക്ക് നിരക്കാത്തതാണ് എന്ന് ഞാൻ ആദ്യമേ പറയുന്നു. ഒന്ന്. രണ്ടാമത്തേത്, ഈ പേരിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ സജി ചെറിയാൻ കുടുങ്ങിപ്പോയതിൻ്റെ ഒരു അപകടം യഥാർത്ഥത്തിൽ ഇതിന് നിങ്ങൾ രണ്ടുപേരും പറഞ്ഞതുകൊണ്ട് ഞാൻ യോജിക്കുന്നൊരു പോയിന്റ്, വളരെ പെട്ടെന്ന് ഇതിനെ ഇക്വേറ്റ് ചെയ്യുന്നത് ഈ ജാർഖണ്ഡിലെ ദുംകയിൽ അന്ന് പൗരത്വ പ്രക്ഷോഭത്തിൻ്റെ എതിരെ അന്ന് നരേന്ദ്രമോദി നടത്തിയ പ്രസ്താവനയാണ്. നേരത്തെ ജിമ്മി വായിച്ച പ്രസ്താവന. വേഷം കണ്ടാൽ അവരെ തിരിച്ചറിയാം എന്ന് പറയുന്നതും പേര് കണ്ടാൽ അവരെ തിരിച്ചറിയാം എന്ന് പറയുന്നതുമൊക്കെ ആ അർത്ഥത്തിൽ ന്യൂനപക്ഷ വിരുദ്ധമായൊരു സ്റ്റേറ്റ്മെൻറ്റാണ്. അത് സജി ചെറിയാൻ ഓർമ്മിക്കാതെ പോയി. അത് തന്നെയാണ് ഭരണഘടനയുടെ കാര്യത്തിലും അദ്ദേഹത്തിന് സംഭവിച്ചത്. പാർട്ടി ക്ലാസ്സുകളിൽ ബൂർഷ്വാ ഭരണഘടനയെന്ന് പറഞ്ഞ് പഠിപ്പിച്ചത് അദ്ദേഹം ഈ ഭരണഘടന ആക്രമിക്കപ്പെടുന്ന കാലത്ത് അതേ ലോജിക്ക് ഉപയോഗിച്ച് സജി ചെറിയാൻ പറയാൻ ശ്രമിച്ചു. അതാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്. അതല്ലാതെ അതിനും അപ്പുറത്തേക്ക് ന്യൂനപക്ഷ വിരുദ്ധമായൊരു പ്രസ്താവന സജി ചെറിയാൻ നടത്തി എന്ന് ഞാൻ കരുതുന്നില്ല. ലീഗ് ഒരു വർഗീയ കക്ഷിയാണ് എന്നൊരു നിലപാട് നിലവിൽ CPM ഇല്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്നാൽ വർഗീയതയെ പ്രോത്സാഹിപ്പിക്കുന്നു എന്ന് പറയാനുള്ള കാരണം ഇതുവരെയും ലീഗ് ജമാഅത്തെ ഇസ്ലാമിയെ ആ അർത്ഥത്തിൽ അംഗീകരിച്ചിരുന്നില്ല. പക്ഷേ വെൽഫെയർ പാർട്ടിയുടെ സ്ഥാനാർത്ഥിക്ക് വേണ്ടിയിട്ട് മുസ്ലിം ലീഗിൻ്റെ ഉത്തരവാദിത്വപ്പെട്ട നേതാക്കൾ ക്യാമ്പയിൻ ഇറങ്ങുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കാണുന്ന കാഴ്ചയാണ്. അത്തരമൊരു കാഴ്ചയെ ജമാഅത്തെ ഇസ്ലാമിയെ എതിർക്കുന്ന സുന്നി വിഭാഗത്തിൽപ്പെട്ട ആളുകൾ അംഗീകരിക്കുന്നില്ല. ലീഗും യഥാർത്ഥത്തിൽ അംഗീകരിക്കുന്നില്ല. ലീഗിലെ അണികളും അംഗീകരിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ജമാഅത്തെ ഇസ്ലാമിയെയും SDP-യെയും കുറിച്ചുള്ള വിമർശനം യഥാർത്ഥത്തിൽ മുസ്ലിം സമുദായത്തിനെതിരായിട്ടുള്ള വിമർശനമാക്കി മാറ്റുന്നത് ഒരു രാഷ്ട്രീയ കൗശലമാണ്. ആ രാഷ്ട്രീയ കൗശലത്തിൻ്റെ അവസാന തീരെയാണ് സജി ചെറിയാൻ എന്നുള്ളതാണ് എനിക്ക് ഈ വിഷയത്തിലേട്ടേക്ക്. അതുകൊണ്ട് സജി ചെറിയാൻ തിരുത്തണ്ടേ എന്നല്ല, സജി ചെറിയാൻ ആ പേര് എന്ന് പറഞ്ഞ പ്രയോഗമാണ് തിരുത്തേണ്ടത്. നേരത്തെ ജിമ്മി പറഞ്ഞതുപോലെ അത് പാർട്ടി എന്നതാണ് അദ്ദേഹം ഉദ്ദേശിച്ചതെങ്കിൽ ആ അർത്ഥത്തിൽ അദ്ദേഹം പറഞ്ഞിരുന്നെങ്കിൽ അദ്ദേഹം പറഞ്ഞു കുടുങ്ങില്ലായിരുന്നു. ഇനി മുസ്ലിം ലീഗ് എന്താണ് CPM-ന്റെ നിലപാട്? ന്യൂനപക്ഷങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുന്ന ജനാധിപത്യ പാർട്ടിയാണ് എന്ന നിലപാട് തന്നെയാണ്. പക്ഷേ ഇപ്പോൾ അവർ 4 വോട്ടിന് വേണ്ടി വർഗീയതയുമായി സന്ധി ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് CPM-ന്റെ ലൈൻ.
അതിനാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ ബാന്ധവം അവർ ചൂണ്ടിക്കാണിക്കുന്നത്. ജമാഅത്തെ ഇസ്ലാമി കേരളത്തിൽ ഒരു ദേശദ്രോഹപരമായ പ്രവർത്തനം നടത്തുന്ന സംഘടനയാണെന്ന് ഹൈക്കോടതിയിൽ 2014 അഫിഡവിറ്റ് കൊടുത്തത് ഉമ്മൻചാണ്ടി സർക്കാരാണ്. അതിൽ നിന്ന് എന്തു മാറ്റമാണ് ജമാഅത്തെ ഇസ്ലാമിക്കും വെൽഫെയർ പാർട്ടിക്കും സംഭവിച്ചത് എന്നുള്ളത് പറയേണ്ടതിൻ്റെ ഉത്തരവാദിത്വം UDF ചെയർമാനായ VD സതീശനാണ്. ഈ ജമാഅത്തെ ഇസ്ലാമിയെ ഇന്ത്യ രാജ്യത്ത് നിരോധിച്ചത് കേന്ദ്ര സർക്കാർ കോൺഗ്രസ് ഭരിക്കുന്ന സമയത്താണ്. കോൺഗ്രസ് ഭരിക്കുന്ന സമയത്ത് PV നരസിംഹറാവുവാണ് ബാബറി മസ്ജിദിന് ശേഷം. അപ്പോൾ ബാബറി മസ്ജിദിന് ശേഷം 92 ജമാഅത്തെ ഇസ്ലാമി നിരോധിച്ചുകൊണ്ട് ഉത്തരവ് പുറപ്പെടുവിച്ച കോൺഗ്രസ് സർക്കാർ 11 വർഷങ്ങൾക്ക് മുമ്പ് ജമാഅത്തെ ഇസ്ലാമി ഒരു ദേശദ്രോഹപരമായ ഭരണഘടനാ വിരുദ്ധമായ പ്രവർത്തനം നടത്തുന്ന സംഘടനയാണെന്ന് ഹൈക്കോടതിയിൽ ഉത്തരവ് കൊടുക്കാൻ പോയി ഉമ്മൻചാണ്ടി സർക്കാർ. ഇത് നമ്മുടെ മുന്നിൽ നിൽക്കുമ്പോൾ ലീഗിന് എങ്ങനെയാണ് ജമാഅത്തെ ഇസ്ലാമിയുമായിട്ട് ബാന്ധവം ഉണ്ടാക്കാൻ കഴിയുക? ഈ ഒറ്റ ചോദ്യമേ യഥാർത്ഥത്തിൽ പൊളിറ്റിക്കലായിട്ടുള്ള ചോദ്യമുള്ളൂ. അതല്ലാതെ എങ്ങനെയാണ് ലീഗിനെ നമുക്ക് ഒരു വർഗീയ കക്ഷിയാണെന്ന് പറയാൻ കഴിയുക? ഇപ്പോഴും ലീഗിൻ്റെ സ്ഥാനാർത്ഥികളെ നിങ്ങൾ നോക്കിയാൽ, ലീഗിൻ്റെ പ്രവർത്തനം നിങ്ങൾ നോക്കിയാൽ, അവരിപ്പോഴും കേരളത്തിൻ്റെ മതേതര മനസ്സിലെ ഒരു ബഫർ സോണായി നിലകൊള്ളുന്ന പാർട്ടിയാണ് എന്നുള്ളതാണ് എൻ്റെ വ്യക്തിപരമായ പക്ഷം. ചരിത്രം പറഞ്ഞാൽ ഒരുപാടുണ്ട്, ഞാൻ ചരിത്രത്തിലേക്ക് പോകുന്നില്ല. അത് കൃഷ്ണയ്യർ മുതൽ, അത് VBK മേനോൻ മുതൽ, ഇവിടെ SK പൊറ്റക്കാടടക്കം R ശങ്കർ അടക്കം ഒരുപാട് നേതാക്കളെ പിന്തുണച്ച പാർട്ടിയുടെ പേരാണ് മുസ്ലിം ലീഗ് എന്നുള്ളത്. അതുകൊണ്ട് ഏതെങ്കിലും തരത്തിൽ മുസ്ലിം ലീഗിനെ വർഗീയ കക്ഷിയായി മാറ്റുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. 2 കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. അതിലൊരു കാര്യം, അതിനിടയ്ക്ക് ഇന്ന് മുസ്ലിം ലീഗിൻ്റെ ഒരു നേതാവ് പറയുന്നൊരു ചോദ്യം കേട്ടു. CPM-ന് ഹൈന്ദവ ഭൂരിപക്ഷമുള്ള ഇടങ്ങളിൽ മുസ്ലിം നാമധാരികളെ വിജയിപ്പിക്കാൻ കഴിയുമോ എന്ന് ഒരു പ്രധാനപ്പെട്ട നേതാവ് ചോദിച്ചു. അതിനുള്ള ഉത്തരം, അമ്പലപ്പുഴയിൽ ജയിച്ച സ്ഥാനാർത്ഥിയുടെ പേര് സലാം എന്നാണ്, CPM-ൻ്റെയാണ്. ഇരവിപുരത്ത് ഹൈന്ദവ മേഖലയിൽ ജയിച്ച സ്ഥാനാർത്ഥിയുടെ പേര് നൌഷാദ് എന്ന, ഗുരുവായൂരിൽ ജയിപ്പിച്ച സ്ഥാനാർത്ഥിയുടെ പേര് അക്ബർ എന്ന, കുന്നംകുളത്ത് AC മൊയ്തീൻ, ഷൊണ്ണൂരിൽ മമ്മിക്കുട്ടി, കൊയിലാണ്ടിയിലെ ആരായിരുന്നു നേരത്തെ MLA ദാസനായിരുന്നു, K ദാസൻ. ഇപ്പോൾ നമുക്കറിയാം കൊയിലാണ്ടിലെ ഇപ്പോൾ നമ്മളെ വിട്ടുപോയ കാനത്തിൽ ജമീലയാണ് വിജയിപ്പിച്ചത്. ഹൈന്ദവ ഭൂരിപക്ഷ മേഖലകളിൽ മുസ്ലിം കാൻഡിഡേറ്റിനെ വിജയിപ്പിക്കുന്നതിൽ CPM-ന് ഒരു ബുദ്ധിമുട്ടുമില്ല എന്നുള്ളതാണ്, അത് വസ്തുത അറിയാതെയാണ് ലീഗ് നേതാവ് പറഞ്ഞത്. 2 വാചകം പറഞ്ഞ് അവസാനിപ്പിക്കാം. എന്നാൽ ലീഗിലുള്ള ഉത്തരവാദിത്വപ്പെട്ട നേതാവ് ചില നടത്തുന്ന പ്രസ്താവനകൾ ലീഗ് യഥാർത്ഥത്തിൽ ഒരു വർഗീയ സ്വഭാവം ഇടയ്ക്കിടയ്ക്ക് കൈക്കൊള്ളുന്നു എന്ന് സംശയം ജനിപ്പിച്ച് തെറ്റുപറ്റാൻ പറ്റുമോ? മതമാണ് പ്രശ്നം എന്ന് പറഞ്ഞ നേതാവ് ലീഗിൽ ഇപ്പോൾ ഈ തവണത്തെ സ്ഥാനാർത്ഥിയാവാൻ പോകുന്ന നേതാവാണ്. ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ട് വേണം എന്ന് പറഞ്ഞത് ഇതേ നേതാവാണ്. എന്തുകൊണ്ടാണ് ആ നിലപാട് ലീഗ് മറന്നിട്ടുണ്ടോ എന്നൊരു ചോദ്യം അവിടെ ശക്തമാവുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞ 2 വാചകം കൂടി ഞാൻ പറയാം. മുസ്ലിം ലീഗ് വിട്ട് CPM-ൽ ചേരുന്നവർ ദീൻ വിട്ടവരാകുന്നു എന്നാണ് മുസ്ലിം ലീഗിലൊരു നേതാവ് പറഞ്ഞത്. പച്ച വർഗീയതയല്ലേ? മുസ്ലിം ലീഗ് വിട്ട് CPM-ൽ ചേരുന്നവർ ദീൻ വിട്ടവരാകുന്നു എന്ന് പറഞ്ഞാൽ ഇതിനേക്കാൾ എങ്ങനെയാ കൃത്യമായിട്ട് വർഗീയതയും മതവും രാഷ്ട്രീയത്തോട് ചേർത്ത് വയ്ക്കാൻ കഴിയുക? മറ്റൊരു പ്രധാനപ്പെട്ട സ്റ്റേറ്റ്മെൻറ്റ് അദ്ദേഹം പറഞ്ഞത്, അല്ലാഹുവിൻ്റെ അടുക്കൽ അന്യമതക്കാരന് സ്ഥാനമില്ല, ഇവർ ചെകുത്താൻ്റെ കൂടെ ഉറങ്ങേണ്ടവരാണ്, അവർ സിറാത്തും പാലം കടക്കുകയില്ല, അതുകൊണ്ട് മുസ്ലിമായി എനിക്ക് വോട്ട് ചെയ്യണമെന്ന് ക്യാമ്പയിൻ നടത്തിയിരുന്നത് ഈ നേതാവല്ലേ? എങ്ങനെയൊന്ന് ആലോചിച്ച് നോക്കിയേ. ഇത്തരം പ്രസ്താവനകൾ നടത്തുന്ന നേതാക്കൾ സ്വാഭാവികമായും വർഗീയത പറയുന്നവരാണ് എന്ന മട്ടിലേക്കുള്ള വ്യാഖ്യാനം സ്വാഭാവികമായിട്ടും വരും. അതുകൊണ്ട് നമ്മൾ ലീഗിനെ പൊതുവെ ന്യൂനപക്ഷങ്ങൾക്കിടയിലെ ജനാധിപത്യ പാർട്ടി എന്ന് പറയുമ്പോഴും അതിൽ ചില നേതാക്കളെങ്കിലും തീവ്രമായ ആ വർഗീയ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നവരായിട്ട് ഇപ്പോഴും ഉണ്ട് എന്നുള്ളതും വസ്തുതയാണ്. ജമാഅത്തെ ഇസ്ലാമിയുമായി കൈകോർക്കുമ്പോൾ അവർ വർഗീയതയെ പ്രോത്സാഹിപ്പിക്കുന്നു എന്നുള്ള CPM ലൈനാണ് യഥാർത്ഥത്തിലുള്ളത്. ലീഗ് ഒരു വർഗീയ കക്ഷിയാണെന്നൊരു നിലപാട് ഇതുവരെയും CPM എടുത്തിട്ടില്ലെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. സജി ചെറിയൻ പറഞ്ഞതിനെ ഭാഗികമായി തെറ്റിദ്ധരിച്ചിരിക്കുന്നു. ഭാഗികമായി സജി ചെറിയൻ്റെ ഭാഗത്തും തെറ്റുണ്ട് പേരിൻ്റെ കാര്യത്തിൽ. പകരം പാർട്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആർക്കും ബുദ്ധിമുട്ടില്ലല്ലോ. മുസ്ലിം ഭൂരിപക്ഷ പ്രദേശത്ത് നിന്ന് മുസ്ലിം ലീഗ് മാത്രം ജയിക്കുന്നതും ഹൈന്ദവ ഭൂരിപക്ഷ മേഖലയിൽ നിന്ന് BJP മാത്രം ജയിക്കുന്നതും വർഗീയതയുടെ അല്ലെങ്കിൽ ഒരു ജനാധിപത്യത്തിനും മതേതരത്വത്തിന് ഭീഷണിയാണെന്ന് വേണമെങ്കിൽ ഒരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് നടത്താം. അതിനകത്ത് എന്താ തെറ്റ്? ഇത്രയും പരിണതപ്രജ്ഞനായ ഒരാൾ ഇങ്ങനെയൊക്കെ പറയൂ? അതാണ് അവിടെയാണ് ചോദ്യം. അതാണ് അദ്ദേഹത്തെ വിശദീകരിക്കാൻ ശ്രമിച്ചത്. പക്ഷേ കാസർഗോഡിനെ നമ്മൾ വിസ്മരിച്ചു. എല്ലാവരും മലപ്പുറത്തെ മാത്രം എടുത്തു. കാസർഗോഡും അദ്ദേഹം പറയുന്നുണ്ട്. അതേ എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ സജിയെ തിരുത്തണ്ടേ എന്ന ചോദ്യത്തിന് ഭാഗികമായി സജിയെ തിരുത്തണം. സജി അത് തിരുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. Meet the editors.